ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതു വിഷമിക്കണ്ട, സാറിനൊന്നും പറ്റിയില്ലല്ലോ. രാജു, അമ്മയാ? എന്റെ അമ്മയോ? അതോ പത്മാവതി അമ്മയോ? രാജുവിന്റെ അമ്മയെ ഞാൻ രാധമ്മയെന്നല്ലേ വിളിക്കുന്നത്. ഇത് എന്റെ അമ്മയാ. അത് ശരിയാ, എടുക്ക. ഹലോ അമ്മേ. മോളെ, നിന്റെ അച്ഛന്? പേടിക്കാനൊന്നുമില്ലമ്മേ, ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രതാപേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഒരു കുഴപ്പമില്ലമ്മേ, അച്ഛന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആക്സിഡന്റ് തന്നെയാ, പക്ഷെ ദൈവം സഹായിച്ച് അച്ഛന് ഒരു പോറല് പോലും ഏറ്റില്ല. ദൈവത്തിന് നന്ദി. മോളെ, അച്ഛന്റെ കാര്യത്തില് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രതാപേട്ടനിപ്പോ വളരെ മോശം സമയോ. അത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു സംരക്ഷണം എപ്പോഴും അച്ഛനുണ്ടാവണം. അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടേക്ക് കയറി ചെല്ലാൻ എനിക്ക് പേടിയമ്മ. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോളെ, അത് നിന്റെ അച്ഛനാ. നീയല്ലാതെ മറ്റാരാ പ്രതാപേട്ടനുള്ളത്? ശരി അമ്മ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി. എന്തരുതോ? വീട്ടിൽ ചെന്നിട്ട് പറയാ രാജു. നിക്കു ചോദിച്ചരേ, ഒരാള് കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. എടാ, നീ ചെന്നേ യാമിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ചെന്ന് വിളിച്ചാലൊന്നും അവര് വരില്ല. അമ്മ ചെന്ന് വിളിക്ക. ചെല്ല്. എന്താ യാമിനി ഇത്? കുടുംബത്തിലെ അടിക്കടി ദോഷങ്ങൾ വരുന്നുണ്ടാ ഒരു ജോത്സ്യനെ വിളിച്ചു വരുത്തിയത്. ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താന്നറിയാൻ. നീയും ഈ കുടുംബത്തിൽപ്പെട്ടതല്ലേ, നിനക്കും അറിയണ്ടേ കാര്യങ്ങള്? അതെ, നീയും അങ്ങോട്ടേക്ക് വാ. അങ്ങേര് കവടി നിർത്തി പറയുന്ന എന്താന്ന് കേക്കാം. ചേച്ചി വിളിച്ചു വരുത്തിയ ജോത്സ്യനല്ലേ? അയാള് പറയുന്ന എന്താന്ന് ചേച്ചി കേട്ടാ പോരെ? ഇങ്ങനെയാണോ ഒരു കുടുംബകാരി നടക്കുമ്പോ സംസാരിക്കേണ്ടത്? ആപത്തെ ആർക്കും വരാം. നിനക്കും ഉണ്ട് ഭർത്താവും ഒരു മകളും. അത് നീ മറക്കരുത്. നോവിനാലേ